അപ്പോൾ ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ട്രിവാൻഡ്രത്തിൻ്റെ ഒരു കിഡിലൊരു സ്പോട്ട് പരിചയപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മളെ ട്രിവാൻഡ്രത്ത് തെക്കൻ കുരിശുമലയിൽ എല്ലാവരും വന്നിട്ടുണ്ടായിരിക്കുമല്ലോ, വെള്ളറുടെയിലുള്ള. അപ്പോൾ അവിടെ വന്നവർക്ക് ഈ സ്ഥലം അറിയായിരിക്കും, ചിലവർ പെട്ടെന്ന് ശ്രദ്ധിക്കത്തില്ല. അപ്പോൾ സ്ഥലത്തിൻ്റെ പേര് കൂനിച്ചി മലയെന്ന് പറയും. അത് നമ്മളെ കുരിശുമല കയറിയിട്ട് ജസ്റ്റ് അവിടെ നിന്ന് ടേൺ ചെയ്ത് പോകുന്ന സ്ഥലമാണ്. അത്യാവശ്യം നല്ല വ്യൂ ആണ് കേട്ടോ. ഒരു മലയുടെ മുകളിലാണ്, ഒരു ചർച്ച ഉണ്ട്, ഒരു നല്ല കിടിലൻ വ്യൂ ആണ് അവിടെ. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് രാവിലെയാണ്. അപ്പോൾ അതായത് വലുതായിട്ട് വെയിൽ കാണത്തില്ല. എന്തായാലും ഇന്നത്തെ കാഴ്ചകൾ കൂനിച്ചി മലയിലെ വിശേഷങ്ങളാണ്. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കിടിലൻ വഴിയാണ് കേട്ടോ. ഒരു ഫുള്ളും കല്ല് നിറഞ്ഞ് നമ്മൾ ഈ കല്ലും മുള്ളും ചവിട്ടി പോകുന്നൊക്കെ അറിയത്തില്ലേ, അതുപോലെ അടിപൊളി വഴിയാണ്. അതായത് നമ്മൾ താഴെ നമ്മൾ വണ്ടി വരുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 2 കിലോമീറ്ററോളം നമുക്ക് മുകളിൽ നടന്ന് കയറാനുണ്ട്. ഫുള്ള് ഇതുപോലുള്ള വഴിയാണ് കണ്ടോ. എന്തായാലും അങ്ങോട്ട് പോവാം. അപ്പോൾ എന്തായാലും ഞാൻ മാത്രമല്ല ഇവിടെ വന്നിരിക്കണത്. അപ്പോൾ നമ്മൾ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അവരെല്ലാം ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഇത് നിഖിൽ, എൻ്റെ ഒരു അനിയനാണ്. ഒരല്ല അനിയൻ. ഇത് അഭിജിത്ത്, നമ്മൾ ഒരേ ഏജാണ് കേട്ടോ. ഇപ്പം പോലീസ് ടെസ്റ്റൊക്കെ എഴുതി പാസ്സായി. ഇപ്പം പുള്ളിയെ പറഞ്ഞു തരണ്ടല്ലോ, അരിയപ്പ് മുല്ലശ്ശേരി അറിയാമായിരിക്കുമല്ലോ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അരിപ്പുറം വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. കിട്ടോടെ. ഇത് പ്രസാദ് ഏട്ടായി, നമ്മുടെ ക്ലബിലെ രക്ഷാധികാരിയാണ്. ഇത് റിജു, കിംസിലാണ് വർക്ക് ചെയ്യണത്. അപ്പൊ നമ്മളെല്ലാരും കൂടിയാണ് ഈ ഒരു മല കയറാൻ വേണ്ടി വന്നത്. ഇത്രയും എത്തിയപ്പോഴേ എല്ലാരും ഇരിപ്പ് തുടങ്ങി. എടാ, ഈ വഴി ഒരു രക്ഷയില്ല കേട്ടോ. നടന്നാണ് നടപ്പളവ്. എൻ്റെ ദൈവമേ. വേറൊരു സംഭവം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് നമ്മൾ ഈ വരുന്ന വഴിക്കേ ഒരു മരം, ഇതിലാണെങ്കിൽ ഇല എന്ന് പറയുന്ന സാധനം ഇതിനകത്തില്ല. മുകളിൽ നോക്കിയാൽ ഇതിൽ ക്യാമറയിൽ ഇത് കിട്ടത്തില്ല. ഇല എന്ന് പറയുന്ന സാധനം ഇതിനകത്തില്ല. ഒരു പൂ മാത്രമേ ഉള്ളൂ, റെഡ് പൂ. അത് ഞാൻ വേണമെങ്കിൽ പൂ താഴെ കിടപ്പുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതാണ് സാധനം. ഇത് മാത്രമേ അതിലുള്ളൂ, ഒരു ഇല പോലും അതിലില്ല. നമുക്കൊരു അബദ്ധം പറ്റിയെന്നാണ് തോന്നുന്നത്. അവിടെ നമ്മൾ ആദ്യം ചോദിച്ചപ്പോഴേ കൂനിച്ചിമലയിലേക്കുള്ള വഴി ഇത് തന്നെ എന്നാണ് പറഞ്ഞത്. പക്ഷെ വഴി മാറിയെന്നൊരു ഡൗട്ടുണ്ട്. അടുത്തോട്ടൊരു കുരിശടിയുടെ അടുത്തോട്ടൊരു വഴി കിടന്നു, അതാവാനാണ് സാധ്യത. കാരണം നമ്മൾ ഇവിടെ എത്തിയപ്പം ഒരു ബോർഡ് കണ്ടു, കർമ്മല മാതാമല എന്നാണ് കിടക്കുന്നത്. ഇനി ആ മലയാണോന്ന് അറിഞ്ഞിട്ടില്ല. അപ്പോൾ കുനിച്ചിമല ഇനി അപ്പുറത്ത് ആ വഴിയാണോന്ന് ഒരു സംശയമുണ്ട്. എന്തായാലും നമ്മൾ കയറി തുടങ്ങിയ സ്ഥിതിക്ക് എന്തായാലും ഈ ഒരു മല കണ്ടിട്ട് വരാം. അത് നമുക്ക് വേറൊരു വീഡിയോയിൽ, ഇതല്ല കൂനിച്ചിമലെങ്കിൽ കൂനിച്ചിമല നമ്മൾ വേറൊരു വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും പോവാം. എന്തായാലും വന്നതല്ലേ, പോയി കണ്ടിട്ട് വരാം.
കറക്റ്റ് മലയുടെ ചോടിലായിട്ട് എത്തിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് വഴിയുണ്ട്, ചെറിയ വഴികളാണ്. എങ്ങനെ കയറിപ്പോകുന്നു പറഞ്ഞാൽ ഇതിൻ്റെ ഓപ്പോസിറ്റ്, ഞാൻ നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഞാൻ കാണിച്ചു തരാം. അടിപൊളിയാണ് കേട്ടോ. ഏതോ ഒരു മല, ഇതേത് മലയാണെന്നൊരു പിടി. ഇതാണോ കൂനിച്ചി മല? എന്തായാലും വ്യൂ ഒക്കെ കൊള്ളാം കേട്ടോ. വന്നത് മുതലായി, വ്യൂ എല്ലാം കാണാൻ പറ്റും. വഴി തീർന്ന് ഇനി എവിടെ പോകണമെന്നോ, കൂടെ ഉള്ളവരൊക്കെ അങ്ങോട്ട് പോയി. നല്ല കരടിയുടെ വായിക്കാത്ത ചാടുമെന്ന് അറിയത്തില്ല. അപ്പൊ വീഡിയോയില് വേറൊരു വഴിത്തിരിവുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് ഇതെല്ലാം സ്ഥലമെന്ന് പറഞ്ഞ് തിരിച്ചിറങ്ങാൻ നിന്നപ്പോഴത്തേക്കും കുറച്ച് പയ്യന്മാർ നിൽപ്പുണ്ടായിരുന്നു. അപ്പൊ ചോദിച്ചപ്പോൾ പറഞ്ഞു ഈ റൂട്ട് തന്നെയാണ്, നമ്മൾ ഇവിടെ നിന്ന് തിരിഞ്ഞു പോകണം. നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് വേറെ റൂട്ട്. ഞാൻ ഒരു വീഡിയോ കാണിച്ചില്ല, ഒരു മല, എനിക്ക് വേണം അതാണെന്നാണ് തോന്നുന്നത്. ഇനി അങ്ങോട്ടുള്ള യാത്രയാണ്. അപ്പോൾ ഈ വീഡിയോ തീരുന്നില്ല. അപ്പോൾ നമ്മൾ എന്തായാലും അങ്ങോട്ട് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. റൂട്ട് മാറിപ്പോവുകയാണ്. റൂട്ടുണ്ടോയെന്ന് അറിഞ്ഞാൽ റൂട്ടുണ്ടെങ്കിൽ പോകേണ്ടി വരും. നമ്മൾ അവസാനം എത്തിയിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ഇത് ആ മലയാണ് ഞാൻ കാണിച്ചിരുന്നത്, അതാണ് കൂനിച്ചി മല. അതിന് നമ്മൾ ഇപ്പുറത്തെ മലയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു ഇറക്കം ഇറങ്ങി നേരെ കയറ്റം കയറി പോകാം. എന്താ ഇവിടെ നിന്ന് ഈ ഇറക്കം ഇങ്ങനെ ഇറങ്ങി പോയിട്ട് ഇത് ആളുകൾ കയറി വരുന്നുണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ കയറി ഇതാണ് കൂനിച്ചി മല. അപ്പോൾ ഇതിൻ്റെ ടോപ്പിൽ ചെറുതായിട്ട് ആളുകൾ നിൽപ്പുണ്ട്. നമുക്ക് അവിടെ വേണം പോകേണ്ടത്. എന്തായാലും ഇതിൻ്റെ ഇടയ്ക്കുള്ള വീഡിയോ ഒന്നും ഞാൻ എടുക്കുന്നില്ല. നേരെ മുകളിലോട്ട് പോയിട്ട് ഇപ്പം തന്നെ ഏകദേശം നല്ല ക്ഷീണിച്ചോ തളർന്ന്. ഈ ഏരിയയൊക്കെയാണ് ശരിക്കും പറയുന്നത് നെയ്യാർ ഡാമൊക്കെ വരുന്നത്. ഒരുപാട് ഡാമൊക്കെ കാണുന്നുണ്ട്. ഇതിൽ ഏതോ ഒന്നാണ് നെയ്യാർ ഡാം. ഈ സൈഡ് കാണുന്നതാണ് നെട്ട ഡാം, അതായത് ചിറ്റാർ ഡാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് പോയിട്ടുള്ള വിഷ്വൽസ് കാണാം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് സ്ഥലം എത്തിയിരിക്കുകയാണ്. നമ്മൾ ആ മലയിൽ നിന്ന് ഈ അവസാനം കൂനിച്ചി മലയിലെത്തി. ഇവിടെ ഒരു അന്യായ വ്യൂ ആണ് കേട്ടോ. കാരണം ഇതും നമുക്ക് എല്ലായ്പ്പോഴും പറ്റുന്ന അബദ്ധം എന്ന് വെച്ചാൽ നമ്മൾ ഈ കറക്റ്റ് സ്ഥലത്തെത്തുമ്പോഴത്തേക്ക് ഏകദേശം നല്ല വെയിലായിരിക്കും. നമ്മൾ എന്നിട്ടും രാവിലെ ഇറങ്ങിയതാണ്, ഇടയ്ക്ക് വെച്ച് വഴി മാറിപ്പോയി. അതുകൊണ്ടാണ് ഇവിടെ ഇത്ര ലേറ്റായത്. എന്നാലും വെയിലാണെങ്കിലും ഭയങ്കര ചൂട് നമുക്കിവിടെ അനുഭവപ്പെടത്തില്ല. കാരണം നല്ല തണുത്ത കാറ്റുണ്ട് ഇവിടെ. വന്ന് കിടില സ്പോട്ടാണ്, വന്ന് വിശ്രമിക്കാനൊക്കെ പറ്റിയ കിടില സ്ഥലം. താഴെ ഒരു ചർച്ചുണ്ട്, ചർച്ചിൽ പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് കയറാം. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരു ഏരിയ ഫുള്ളായിട്ട് കാണാൻ പറ്റും. ഡാമുകളെല്ലാം കറക്റ്റായി കാണാൻ പറ്റും. പിന്നെ ഇവിടെ ഇടയ്ക്ക് വൈകിട്ടൊക്കെ ആരൊക്കെ വരുന്നുണ്ട് കേട്ടോ. കാരണം ഇവിടെ തീ കൂട്ടിയ സംഭവമൊക്കെ കിടപ്പുണ്ട്. ഞാൻ അത് കാണിച്ചത് തീ കൂട്ടി ഫുഡൊക്കെ ഉണ്ടാക്കിയിരിക്കണമെന്ന് തോന്നുന്നു. അപ്പം വൈകിട്ടൊക്കെ ആളുകൾ വന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടൊക്കെ പോകാൻ പറ്റിയ സ്പേസ്. അപ്പം നമ്മൾ 3 പേര് ഇവിടെ എത്തിയിട്ടുണ്ട്. എന്നെ കൂടി ചേർത്ത് 4 പേര്. മറ്റു 2 പേരും ആ കാണുന്ന മലയിൽ ഇരിക്കുകയാണ്. ഇങ്ങോട്ട് വരാൻ മടിച്ച് വയ്യ. കാരണം നല്ല കയറ്റമാണ്. തളർന്നു, ഇപ്പം തന്നെ നല്ല പോലെ തളർന്നു. 3 കുപ്പി വെള്ളം നമ്മൾ കുടിച്ച് തീർത്ത്. കാണുന്നില്ലേ, ആ കാണുന്നതാണ് നെട്ട ഡാം. ചിറ്റാർ ഡാം എന്നൊക്കെ പറയത്തില്ല, നെട്ട ഡാം. അവിടെ എന്താ കറങ്ങിയതാ. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അങ്ങ് കാണുന്നു. എൻ്റെ കയ്യിൽ കറക്റ്റായി കിട്ടത്തില്ല. ആ റൂട്ടൊക്കെയാണ് നെയ്യാർ ഡാം. ഫുള്ളും മല, സെറ്റ് സ്ഥലമാണ് കേട്ടോ. അടിപൊളി സ്ഥലം.
എന്തായാലും കൂനിച്ചി മലയിലെ ഈ കാഴ്ചകളും ഈ വിശേഷങ്ങളും ഇതൊക്കെയാണ്. അപ്പോൾ മാക്സിമം ഈ ഒരു വീഡിയോ മാത്രം നിങ്ങൾ കാണാതെ നേരിട്ട് വന്ന് കണ്ട് ഇതൊക്കെ ഒന്ന് ആസ്വദിക്കാം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഒരുപാട് ഫോട്ടോകളിലും വീഡിയോകളിലും പുസ്തകങ്ങളിലൊക്കെ കാണുന്ന കാഴ്ചകൾ നമ്മൾ നേരിട്ട് കൺമുമ്പിൽ കാണുമ്പോൾ ഇതൊരു വല്ലാത്തൊരു ഫീലാണ്. അത് കാണാൻ വേണ്ടി യാത്രകൾ ചെയ്യുക. മാക്സിമം പറ്റുന്ന ഫ്രീ ടൈമുകളിലെല്ലാം മാക്സിമം യാത്രകൾ ചെയ്യുക. കാരണം യാത്രകളാണ് നമ്മുടെ ജീവിതത്തെ സന്തോഷമാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു കിടിലൻ സ്പോട്ടാണ് ഈ കൂനിച്ചിമല എന്ന് പറയുന്നത്. അവിടെ മാക്സിമം ഒറ്റയ്ക്ക് വരാതെ ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സായിട്ടൊക്കെ വരാൻ ശ്രമിക്കണം. പിന്നെ റൂട്ട് മാറിപ്പോകരുത്. കാരണം ഇത് മലയോരമാണ്. ഒരുപാട് സ്ഥലത്ത് ഒരുപാട് അപകടങ്ങളൊക്കെ ഒളിഞ്ഞിരിപ്പുണ്ട്. നമ്മൾ റൂട്ട് കറക്റ്റായി വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല. നമ്മൾ ആദ്യം റൂട്ട് മാറിപ്പോയി, പിന്നെ ഒരു നമ്മൾ തിരിച്ചിറങ്ങിയപ്പോൾ ഒരു ടീം പറഞ്ഞാണ് റൂട്ട് മാറി ഇങ്ങോട്ട് വന്നത്. ഇത് ശരിക്കും റൂട്ട് കണക്കിന് വന്നു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് ടൈമിന് അവിടെ എത്തും. പിന്നെ വെയിൽ വന്നു കഴിഞ്ഞാൽ മാക്സിമം എത്താതിരിക്കാൻ നോക്കുക. പിന്നെ രാവിലെ നമ്മൾ തുടങ്ങിയപ്പോഴത്തേക്ക് നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഏകദേശം അത്യാവശ്യം ആളുകളുണ്ട്. നമ്മൾ തിരിച്ചിറങ്ങിയപ്പോഴത്തേക്ക് അത്യാവശ്യം ആളുകൾ അങ്ങോട്ട് കയറി പോകുന്നുണ്ട്. പിന്നെ മാക്സിമം നമ്മൾ വെള്ളമൊക്കെ കൊണ്ടുവരാൻ നോക്കണം. നമ്മൾ ഏകദേശം 4 ലിറ്റർ വെള്ളം ഇപ്പോഴും തന്നെ തീർന്നു. ഒരുപാട് പേര് മിക്കവാറും കന്നാസുകളിലാണ് വെള്ളം കൊണ്ടുവരുന്നത്. നമ്മൾ ഇറങ്ങിയപ്പോഴും തിരിച്ച് കയറി പോകുന്നവരൊക്കെ കന്നാസുകളിലാണ് വെള്ളം കൊണ്ടുവരുന്നത്. അത് തന്നെ ഏകദേശം തീർന്നിരിക്കുകയാണ്. നമുക്കിപ്പോൾ വെള്ളമൊന്നുമില്ല. ഇനി താഴോട്ട് പോയിട്ടാണോ വെള്ളം മേടിച്ച് കുടിക്കാൻ വേണ്ടി. ഫുള്ള് ടയർഡായി, എല്ലാവരും ടയർഡായി. അപ്പോൾ മാക്സിമം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വെള്ളം, ഫുഡ് എന്തെങ്കിലും കൊണ്ടുവരെങ്കിൽ ഫുഡ് കൊണ്ടുവരാം, അല്ലെങ്കിൽ അവിടെ വെച്ച് കഴിക്കാം. പിന്നെ ഫുഡ് കൊണ്ടുവന്ന പ്ലാസ്റ്റിക്കുകളൊന്നും അവിടെ ഉപേക്ഷിക്കാതെ തിരിച്ച് കൊണ്ട് താഴെ എവിടെയെങ്കിലും കൊണ്ടിടുക, അവിടെ കൊണ്ടിടാതിരിക്കുക. എന്തായാലും ഇതൊക്കെയാണ് കാഴ്ചകൾ. മാക്സിമം എല്ലാവരും വരാൻ ശ്രമിക്കുക. എന്തായാലും പുതിയൊരു വിശേഷമായി പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ. ക്യാമറാമാൻ അനൂപ് മുല്ലശ്ശേരിയോടൊപ്പം വിജയ് വ്ളോഗ്.